ഇപ്പം തന്നെയാണെങ്കിലും ഒരിക്കൽ പോലും നമ്മൾ ഈ എൻറ്റയർ കേസ് നടന്ന സമയത്ത് പോലും ഈ പൈസേനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് സമാധാനമായിട്ടിരിക്കണം എന്നുള്ളൊരു ആംഗിളിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളത് കേസായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മകളുടെ ഫ്യൂച്ചറിനും നമ്മളുടെ കേസിനും നെഗറ്റീവായിട്ട് വരും എന്നുള്ളതുകൊണ്ട് ഇങ്ങനൊരു സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. എന്നെയും മോളെയും പറ്റിച്ചു എന്നുള്ളതിനൊപ്പം തന്നെ നമ്മളാരും എക്സ്പെക്റ്റ് ചെയ്യണുണ്ടായിരുന്നില്ല കോടതിയിൽ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സും. സാധാരണ അങ്ങനെ ആരും ചെയ്യുന്ന കാര്യമല്ലല്ലോ. അതും ഹൈക്കോടതിയിൽ തെളിവായിട്ട് കൊടുക്കുന്ന ഡോക്യുമെൻസിൻ്റെ ഉള്ളിൽ കള്ളത്തരം കാണിക്കുക, ഒരു എൻറ്റയർ പേജ് മൊത്തം മാറ്റി എഴുതുക, അതിനകത്ത് എൻ്റെ കള്ളൊപ്പ് ഇടുക, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ബാങ്കിൽ നിന്നത് മാറ്റി മകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം അത് മാറ്റുക. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെയും അവളുടെ ഭാവിക്ക് വേണ്ടി ചെയ്തതും അവിടെയും പറ്റിക്കലുണ്ടായിരിക്കുകയാണ്, എന്നെയും പറ്റിച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ വിശ്വാസത്തിലാണ് ഈ ഡിവോഴ്സിന് പുറത്ത് വന്നത്. അപ്പോൾ എന്നെയും പറ്റിച്ചിട്ടുണ്ട്, മകളെയും പറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഹൈക്കോടതിയെയും പറ്റിച്ചു എന്നുള്ളൊരവസ്ഥയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മാത്രമല്ല ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് ചേച്ചി.